കിടക്കുകയാണ്. അനീഷിന്റെ ആ ഒരു ബെഡിന്റെ മുകളിൽ ഒട്ടിച്ചിരുന്ന പേര് വലിച്ചു കീറി കളഞ്ഞതിന്റെ പ്രതികാരം തീർക്കാനായിട്ട് അനീഷ് ആദില കിടക്കുന്ന ബെഡിന്റെ അടുത്ത് വന്നു. ആദിലെ നൂറേം കിടക്കുകയാണ്. ജിഷിൻ അടുത്തിരിപ്പുണ്ട്, അനുമോളും ജിസയിലും അടുത്തിരിപ്പുണ്ട്. ആ ലിപ്സ്റ്റിക് ഇങ്ങ് എടുത്തേ. അനുമോള് ജിസയിൽ ആരും എടുത്ത് കൊടുക്കുന്നുണ്ടേ. ഇത് ആദിലേരതാണോ? ഇത് ആദിലേരതാണോ? അനീഷ് ചോദിക്കുകയാണേ. അപ്പോൾ അവർ ആദില പറയുന്നുണ്ട്, ഞാൻ ഇത് ഉപയോഗിക്കാറില്ല, എൻ്റെതല്ല. അപ്പോൾ ഇത് അങ്ങ് കൊടുക്കുന്നു. ഇവിടെ ആദിലേരതായിട്ട് എന്താണുള്ളത്? അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഞാൻ തിന്ന ഓറഞ്ചിന്റെ തൊലി അതിനകത്ത് കിടപ്പുണ്ട്, അത് എൻ്റെതാണ്, നിങ്ങൾ വേണമെങ്കിൽ അതെടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അനീഷ്, അല്ല ആദിലേരതായിട്ട് ഇവിടെ എന്തുണ്ട്? അപ്പോൾ ഞാൻ മറ്റേ കൊണ്ടുവന്ന ബ്രായും പാൻറ്റും ഒക്കെ ഇട്ട് വെച്ചിരുന്ന കവർ കാണാനില്ല, അത് എവിടെ പോയെന്ന് അറിഞ്ഞു, അത് നിങ്ങൾ കണ്ടുപിടിച്ച് എടുത്തോളാൻ പറയാണ് ആദില. അപ്പോൾ അനീഷ് എന്ത് ചെയ്തു? അവിടെ ഇരുന്ന പാവയിലേക്ക് നോക്കിയിട്ട്, ഇത് ആദിലേരതല്ലേ? അപ്പോൾ അനുമോള് പറയുന്ന അതെ അതെ അതെ. അനീഷ് ആ പാവയെ പതുക്കെ അങ്ങ് എടുക്കുകയാണേ. എടുത്തിട്ട് പറയാണ്, ഇത് ഞാൻ എൻ്റെ കട്ടിലിൽ കൊണ്ടുവയ്ക്കും, വേണമെങ്കിൽ എൻ്റെ പേര് വലിച്ചു കീറിയ ആ കട്ടിലിൽ പോയിട്ട് അവിടെ നിന്ന് ഇത് ആദിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനീഷ്. അതായത് അനീഷിന്റെ പേര് വലിച്ചു കീറിയതിനുള്ള ഒരു റിവെഞ്ച് ആദിലയുടെ പാവ എടുത്തുകൊണ്ട് അങ്ങനെ നടപ്പിലാക്കിയിരിക്കുകയാണ്.